ഹായ് എവരിവൺ, വെൽക്കം ടു ആംഗ്ലോവേഴ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ക്യൂ കാർഡ് അനാലിസിസ് ആണ്. നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത് ഫെമി സാമുവൽ ആൻഡ് ജസ്റ്റ് ലൈക്ക് ദി അതേഴ്സ് ഷീ ഈസ് വൺ ഓഫ് ദി ട്യൂട്ടേഴ്സ് ഇൻ ആംഗ്ലോവേഴ്സ്. ഹായ് ഫെമി, വെൽക്കം ടു ദി വീഡിയോ. ഓക്കെ, സോ ഞങ്ങൾ ഇന്ന് കിരൺ മക്കാറിന്റെ ഒഫീഷ്യൽ IELTS എന്നുള്ള ക്യൂ കാർഡ് അല്ലെങ്കിൽ പാർട്ട് 2 PDF നിന്ന് ഒരു ക്യൂ കാർഡ് ആയിരിക്കും എടുക്കുന്നത്. ക്യൂ കാർഡ് നമ്പർ 72 ആണ്. ആൻഡ് ഐ വിൽ ബി സെയിങ് വാട്ട് ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഹൗ ടു പ്രിപ്പയർ ഫോർ ദം. And Femi will be doing the same. Okay, are you ready? Yeah, sure. Okay, so now we have our cue card here. Cue card number 72. അതായത് 2023 സെപ്റ്റംബർ ടു ഡിസംബർ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 90 ക്യൂ കാർഡ്സിൽ നമ്പർ 72 ആണ്. ഡിസ്ക്രൈബ് ആൻ ഐറ്റം ഓഫ് ക്ലോത്തിങ് ദാറ്റ് സമ്മൺ ഗേവ് യു ഓർ ഡിസ്ക്രൈബ് ആൻ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ക്ലോത്തിങ്. ഓക്കെ ഫെമി, വാട്ട് ഡു യു തിങ്ക് ഈ ക്യൂ കാർഡ് വായിച്ചിട്ട്? Actually, I love this question because എൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് അതർ ദാൻ ദാറ്റ് ഐ എം എ പേഴ്സൺ ഹു ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫാഷൻ ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഐ തിങ്ക് ഫ്രം മൈ പെർസ്പെക്റ്റീവ് കുറച്ച് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഐ അഗ്രി. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഇപ്പൊ എന്റെ ക്യൂ കാർഡ് ഞാൻ ആദ്യമായിട്ട് IELTS എക്സാം എഴുതിയിട്ടുള്ള ക്യൂ കാർഡ് വാസ് സിമിലർ. അത് ഡിസ്ക്രൈബ് എ ടൈം വെൻ യു വോർ യുവർ ഫേവറേറ്റ് ക്ലോത്തിങ് എന്നായിരുന്നു. ആൻഡ് ഇവിടെ ഐറ്റം ഓഫ് ക്ലോത്തിങ് ദാറ്റ് സമ്മൺ ഗേവ് യു, ബട്ട് സംഹൗ എന്താ പറയാ, രണ്ടെണ്ണത്തിലും സ്റ്റോറീസ് കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി ടു ലൈക്ക് എക്സ്പാൻഡ് ആൻഡ് ക്രിയേറ്റ് സ്റ്റഫ് അക്കോർഡിംഗ്ലി. സോ അതിന്റെ ഒരു അഡ്വാൻറ്റേജും എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തോന്നിയിരുന്നു. ആൻഡ് ആദ്യം ഫെമി, ഇപ്പോൾ എങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരിക്കും ഫെമി ക്യൂ കാർഡ് ഉണ്ടാക്കുന്നത് ആദ്യം പറയാം, എന്നിട്ട് കണ്ടിന്യൂ. Okay, initially I'll go with an introduction about gift. Maybe ഒരു 20 seconds വരെ എന്തെങ്കിലും ഗിഫ്റ്റിനെ പറ്റി സംസാരിക്കും. For example, I would say something like gifts can be considered as a gesture of love and affection. So receiving gift is crucial than the gift itself. Something like that. I would give an introduction like that. Then I won't be going to the first question. No, I don't like that. ഇങ്ങനെ ഓരോ ആൻസേഴ്സ് പെരക്കി പറയുന്ന that I don't like. Rather than that, I make it as a whole story. So I'll be telling the answer of when I got it, because that is the part where I don't have much to explain on. So I'll be telling when I get it in the initial part. So sorry to interrupt. Actually, that is also a logical side of things. കാരണം നമ്മൾ ഏത് ക്യൂ കാർഡ് എടുക്കുവാണെങ്കിലും when it happened എന്ന് പറഞ്ഞിട്ടാണ് what happened എന്നുള്ളത്. I believe നമ്മള് എല്ലാ ആൻസേഴ്സും അല്ലെങ്കിൽ എല്ലാ സബ് ക്വസ്റ്റ്യൻസും മെൻഷൻ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെ? അവരൊരിക്കലും നമ്മളോട് ഈക്വൽ എമൗണ്ടിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് പറയുന്നില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻ. നമുക്ക് അധികം എക്സ്പ്ലനേഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആദ്യം പറയുവാണെങ്കിൽ ഇറ്റ് സേഫ്, ബിക്കോസ് നമ്മൾ ഇടയ്ക്കുന്നത് മിസ് ഔട്ട് ആയി പോകത്തില്ല. ദെൻ കൂടുതൽ എക്സ്പ്ലനേഷൻ, ലൈക്ക് നമുക്ക് ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വാട്ട് ദി ക്ലോത്തിങ് ആണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. സോ ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദി എൻഡ്. ആൻഡ് അത് ഇറ്റ്സ് എ ഗുഡ് സജഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത് തന്നെ 4 സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും 5 സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഓർഡറിൽ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. ആൻഡ് ഇപ്പൊ ഫെമി പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ വാട്ട് ദ ക്ലോത്തിങ് വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യൂ കാർഡിന്റെ ക്യാപിറ്റലിന്റെ ഭൂരിഭാഗം അവിടെ തീർന്നു. ഇൻട്രസ്റ്റിംഗ് അല്ലെ? നമ്മളൊരു ലിസണർക്ക് ഒരു ക്യൂരിയോസിറ്റി മേക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. വി കോൾ ഇറ്റ് ഇന്റോണേഷൻസ് അല്ലെ, ലൈക്ക് എക്സ്പ്രസിങ് ആർ ഇമോഷൻ through the words. അപ്പോൾ that is something very important. അല്ലെങ്കിൽ I personally consider that is very important. നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എവിഡൻ്റ്ലി ഓരോ ക്വസ്റ്റ്യൻ ആൻസർ പറയാണ്ട് മേക്ക് ഇറ്റ് ആസ് എ ഹോൾ സ്റ്റോറി. കുറച്ചും കൂടി ടുഗദർ വി ഷുഡ് ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ്, ബട്ട് എല്ലാത്തിനും നമ്മൾ ആൻസർ പറയുന്നുണ്ട് എന്നുള്ളത് എവിഡൻ്റ്ലി കാണിക്കണം എന്നില്ല. Okay, I'll be going with when part first. I would say during my sister's wedding. And next I'll go to who gave it to me, and I would say it was gifted by sister's in-laws. And then I'll go on describing about the clothing. So I would say the cloth was a sari and it was in this particular color and it was this fabric, and I'll be elaborating about the sari. Adinte fabric ennaanu, cost enganayirunnu, മെറ്റീരിയൽ, കളർ, അതിലെ എംബ്രോയിഡറി അല്ലെ, ഡീറ്റെയിലിംഗ്, ആ സാരീനെ പറ്റി എന്നൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും, അതൊക്കെ ഐ വുഡ് സേ. That's really clearly understandable. അപ്പോൾ ഫെമി പറയുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രോപ്പർ ജോൺ സ്റ്റേറ്റ്മെന്റ് പോലെ ഷീ ടോക്ക്ഡ് അബൌട്ട് ഗിഫ്റ്റ്സ് ഫസ്റ്റ്, എന്നിട്ടാണ് എന്താ പറയാ, ഇപ്പോൾ ഇവിടെ ഗിഫ്റ്റ് എന്നുള്ള വേർഡ് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ പോലും സമ്മൺ ഗേവ് യു എന്ന് പറയുമ്പോൾ അതിന്റെ നാച്ചുറൽ വൊക്കാബുലറിൽ വരുന്നൊരു വാക്കാണ്.
So she first talked about a proper general statement, then she chose her own order so that it facilitates the speaking process, and eventually നാല് സബ് ക്വസ്റ്റ്യൻ കവർ ചെയ്യും, റൈറ്റ്? Yeah, ചില സ്റ്റുഡൻസ് ലൈക്ക് why this person give me this gift because അങ്ങനെ എടുത്തെടുത്ത് പറയും. I am a person like who don't really prefer that. എനിക്കത് ഇഷ്ടമല്ല പേഴ്സണലി. Rather than that, നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ this was given by this person എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് റീഫ്രീസ് ചെയ്ത് പറയാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. ഐ വുഡ് ഓൾസോ അഡ്വൈസ് അഗേൻസ്റ്റ് ദാറ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പം തോന്നും നമ്മൾ ഒന്നെങ്കിൽ കാണാപ്പടം പിടിച്ചാൽ, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് യു ആർ ടോക്കിംഗ് ലൈക്ക് എ മെഷീൻ. Yeah, When you take exactly. one question down and answer. Another thing like I would advise is നമ്മള് എന്താ പറയാ 1 minute preparation ടൈമില് along with scribbling down the key points like how you gonna say that അല്ലെ, ഏതാണ് ഫസ്റ്റ് പോയിന്റ് ഏതാണ് ലാസ്റ്റ് പോയിന്റ്, ആ ഒരു സീക്വൻസിങ്ങിന് ഒരു ഐഡിയ മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും ഏതാ നെക്സ്റ്റ് പറയേണ്ടതെന്നുള്ളത്. സീക്വൻസിങ്ങും കൂടെ നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ സ്റ്റോറി കണക്ട് ചെയ്ത് പറയാൻ ഇച്ചിരി കൂടി ഈസി ആയിരിക്കും. Yeah, I'll tell one more point that Okay. sometimes you might feel that എന്താ ഇത്രയും വെച്ചിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കേസസിൽ ആഡ് യുവർ ഓൺ ക്വസ്റ്റ്യൻ അല്ലെ, ഇതിനെ ഇപ്പൊ റിലേറ്റ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഹൗ യു പെയർഡ് ഇറ്റ് അല്ലെ, നമ്മൾ എങ്ങനെയാണ് ആ ഡ്രസ്സ് ഇട്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. സോ യു കെൻ ടോക്ക് അബൌട്ട് ഹൗ യു പെയർഡ് ഇറ്റ്. സോ ഐ ബി ടെലിംഗ് ദാറ്റ് ലൈക്ക് ഐ വോർ ദ സാരി അലോങ് വിത്ത് എ ന്യൂഡ് ഹീൽസ് ആൻഡ് ഐ വോർ എ ചോക്കർ ആൻഡ് എ മാച്ചിങ് ഇയറിംഗ് ആൻഡ് എന്താ നമ്മുടെ ഹെയർ സ്റ്റൈൽ അല്ലെ, ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ വെൻ ഐ വോർ ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എവ്രി വൺ കോംപ്ലിമെന്റഡ് മീ, അങ്ങനെയുള്ള ഒരു എക്സൈറ്റിംഗ് എലമെന്റ്സ് ആഡ് ചെയ്ത് പറയാം. പലർക്കും 2 മിനിറ്റ് തികയാത്തതിന്റെ കാരണം അവരുടെ വിചാരം ഓക്കെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയുന്നുള്ള ഡൗട്ടിലാണ്. സോ ആഡ് മോർ ക്വസ്റ്റ്യൻസ്. വേറെ ക്വസ്റ്റ്യൻസ് ഇനിയും അവൈലബിൾ ആണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഹൗ യു ഫെൽറ്റ് അല്ലെ, ഹൗ യു ഫെൽറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ എന്തായാലും ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ ഗിഫ്റ്റ്, വിൽ ഫീൽ ഹാപ്പി അല്ലെ. അപ്പൊ നമുക്ക് ഹാപ്പിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഡിയംസ് അവിടെ ആഡ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് ഇഡിയംസും ഈസി, കാരണം ഹാപ്പിയുടെ ഇഡിയംസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് ഓർമ്മ വരും. അപ്പൊ നമുക്ക് അതും ഈസി ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ എന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പോ ഫെമി പറഞ്ഞ സ്റ്റൈൽ എന്ന് പറയുന്നത് ആദ്യം ഒരു ഡിഫൈൻ ചെയ്തിട്ട് കാര്യത്തിലേക്ക് കിടക്കുന്ന ഒരു രീതിയാണ്. ഞാൻ യൂഷ്വലി ഇപ്പൊ ഞാനൊക്കെ സ്റ്റുഡന്റ് ആകുന്ന സമയത്ത് യൂസ് ചെയ്ത രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇൻഡയറക്ട് സ്റ്റോറിന്ന് ഇവിടേക്ക് എത്തുന്ന ഒരു രീതിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ എന്റെ എക്സാമിന് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആൻസർ ചെയ്തത് ഇറ്റ് വാസ് സംതിങ് സിമിലർ ടു ദിസ്. ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പം തൊട്ട് ഇംഗ്ലീഷ് മൂവീസ് കണ്ടു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വെസ്റ്റേൺ ക്ലോത്തിങ്ങിനോടൊരു പ്രത്യേക ഒരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഐ ലീവ് ഇൻ എ ട്രോപ്പിക്കൽ പ്ലേസ്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ നല്ല ചൂടാണ്. ബട്ട് യുനോ ഏകദേശം ഒരു 15 വയസ്സാവുന്നതിന് മുമ്പ് എൻ്റെ അങ്കിള് പുറത്തുനിന്ന് വന്നപ്പോൾ ഏതൊരു കൺട്രി പറഞ്ഞു, സം വെസ്റ്റേൺ കൺട്രി, എനിക്കൊരു ജാക്കറ്റ് കൊണ്ടുവന്ന് തന്നു. സ്റ്റിൽ അത് ഉപയോഗിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഊട്ടിക്ക് ട്രിപ്പ് പോയി സാധനം ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ് എൻ്റെ കഥ വരിക. അപ്പോൾ വെൻ യു ഗോട്ട് ഇറ്റ് ആയിരിക്കും ഞാനും നാച്ചുറലി ആദ്യം പറയുക. ബട്ട് ബിഫോർ ദാറ്റ് ഐ വിൽ ബി ലൈക്ക് ഹൂ ഗേവ് ഇറ്റ് ടു യു എന്നുള്ളതും എക്സ്പ്ലെയിൻ വൈ ദിസ് പേഴ്സൺ ഗിവ് ഇറ്റ് ടു യു എന്നുള്ളതും ഒരു പക്ഷെ ഞാൻ പറഞ്ഞേക്കും. ബട്ട് എൻ്റെ സ്റ്റോറിയുടെ ആ ലൈനിൽ നിന്നാണ് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ആൻഡ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധി വരെ യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദ സബ് ക്വസ്റ്റ്യൻസ്. ബട്ട് ഇഫ് യു ആർ ലൈക്ക് പ്ലാനിങ് വെൽ, നാച്ചുറലി എല്ലാ സബ് ക്വസ്റ്റ്യനും ആൻസേർഡ് ആവും, നമ്മൾ അത്ര സൂക്ഷ്മമായിട്ട് ചിന്തിക്കാതെ തന്നെ. ആൻഡ് ഏറ്റവും അവസാനം വൈ ദിസ് പേഴ്സൺ ഗേവ് യു ദിസ് ക്ലോത്തിങ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ നാച്ചുറലായിട്ട് പറയും, അതായത് ഹി ന്യൂ ഹൗ മച്ച് ഐ ലവ്ഡ് ദ വെസ്റ്റേൺ ഡ്രസ്സിങ് അല്ലെങ്കിൽ ജാക്കറ്റ്സ് ആൻഡ് സ്റ്റഫ്, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ കൊടുത്തതെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ആൻസർ പറയായിരുന്നു. ഓക്കെ. ആൻഡ് ഇവിടെ ആക്ച്വലി കാര്യമായിട്ടുള്ള ട്രാപ്സ് ഇല്ല എങ്കിൽ തന്നെയും നമ്മൾ 2 മിനിറ്റ് ഒരുപക്ഷെ ചില ആൾക്കാർക്കെങ്കിലും തയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് കാരണം ഇപ്പൊ ഫെമി പറഞ്ഞ പോലെ വാട്ട് ദ ക്ലോത്തിങ് വാസ് എന്നുള്ളത് ഒരു പക്ഷേ ഇപ്പൊ ഞാനൊക്കെ ക്ലോത്തിന്റെ എന്താ പറയാ കളറിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽസിനെ പറ്റിയോ ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് 10 സെക്കൻഡിൽ കൂടുതലൊന്നും പറയാൻ അറിയില്ല. ഓക്കെ. ബട്ട് ചില ആൾക്കാർക്ക് പറ്റിയേക്കും. ഐ ഡോണ്ട് നോ അബൌട്ട് യു. ഓക്കെ. സം പീപ്പിൾ ക്യാൻ, സം പീപ്പിൾ കാൺ. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയുന്ന ബാക്ക് സ്റ്റോറിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ഫെമി സെഡ്, whenever you feel like you are running out of points because you already mentioned all sub questions, add more sub questions by yourself. It will help for sure. And Femi, what do you think about the part 3 of this QCAR? Like, what kind of questions do you think? പാർട്ട് 3 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി റിലേറ്റഡ് ടു
ക്ലോത്തിങ് ഫാഷൻ ഇൻഡസ്ട്രി ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് ആഡ് ചെയ്ത് പറയാൻ പറ്റും അല്ലേ? കുറച്ച് ഇപ്പോൾ ബ്രാൻഡിന്റെ നെയിംസ് ഓൾ ദാറ്റ് സ്റ്റഫ്. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി നമ്മുടെ മാർക്സിനെ ആഡ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ജെൻഡർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ? ലൈക്ക് മെൻ വിമനേക്കാളും ഫാഷനബിൾ ആണോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ട്രെൻഡ് ആണോ, അല്ലെങ്കിൽ ആരാ കൂടുതൽ ഫാഷനബിൾ എന്നുള്ള സെൻസ് ഒക്കെ. ഫോർ എക്സാമ്പിൾ എൻ്റെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, who is more influenced by the fashion industry in terms of age group? This was my question. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ കേട്ടപാട് ആൻസർ പറഞ്ഞു പീപ്പിൾ ഇൻ ദർ early 20s. ഓക്കെ, early 20s ഞാനൊരു ആൻസർ പറഞ്ഞു. ഓൾ ഓഫ് എ സഡൻ ദി എക്സാമിനർ ആസ്റ്റ് ഓൾഡർ പീപ്പിൾ ഫാഷനബിൾ ആവുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ദാറ്റ് ടൈം ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ഞാൻ തന്നെ എനിക്കൊരു ട്രാപ്പ് ഉണ്ടാക്കി. ഐ ഷുഡ് ഹാവ് സെഡ് ദാറ്റ് എന്താ ഫാഷനബിൾ ആവുക എന്നുള്ളത് ഏജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രിഫറൻസ്, റൈറ്റ്? അങ്ങനെ ഒരു ആൻസർ പറയണം. അപ്പൊ ഇങ്ങനത്തെ കേസ് എല്ലാം കൂടുതലായിട്ട് നമ്മൾ എന്താ പ്രിഫറൻസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള പറയാം. ഇൻ സർട്ടൻ കേസസിൽ വി കനോട്ട് സേ ലൈക്ക് ഇപ്പോൾ ഹൂസ് ലൈക്ക് ഇൻ ജെൻഡർ നോക്കുകയാണെങ്കിൽ ഫീമെയിൽസ് ആർ മോർ ഫാഷനബിൾ, ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് എവിഡന്റ് ഇൻ ദി സൊസൈറ്റി. ആ ഒരു കേസിൽ ബോത്ത് ആർ ഈക്വലി ഫാഷനബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ടൈം വാട്ട് യു ക്യാൻ സേ ഇസ് ലൈക്ക് ഓക്കെ, ഇൻ സൊസൈറ്റി വി സീ ദാറ്റ് ഫീമെയിൽസ് ആർ മോർ ഫാഷനബിൾ, ബട്ട് എന്താ റീസെന്റ് ദാറ്റ് ട്രെൻഡ് ഇസ് ചേഞ്ചിങ്, അല്ല ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, മോർ മെൻ ആർ ബീങ് ഫാഷനബിൾ, അല്ലെങ്കിൽ എന്താ പറയുക മെയിൽ ക്ലോത്തിങ് ബ്രാൻഡ് ഒക്കെ എമേർജ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ന്യൂട്രൽ ആൻസർ പറയാം. ക്ലോത്തിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമല്ല, ഒരു പരിധി വരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒഫൻസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അറിയാതെ പറഞ്ഞേക്കാവുന്ന പല ക്വസ്റ്റ്യൻസും വരുന്നൊരു ഏരിയ ആണ് ഫോളോ പാർട്ട് അല്ലെങ്കിൽ പാർട്ട് 3. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മെൻ ആൻഡ് വുമൺ ആയിട്ട് എന്താ പറയാ കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലോ, ഈവൻ വെൻ യു ഹാവ് എ സ്പെസിഫിക് ഒപ്പീനിയൻ, ഫോർ ദ സേക്ക് ഓഫ് സേഫ്റ്റി ഇറ്റ്സ് ഗുഡ് ടു സ്റ്റേ ഇൻ ദ മിഡിൽ. ഓക്കെ, ഐദർ സപ്പോർട്ട് ബോത്ത് ഓർ just say it depends on it depends on the personality, stuff like that. കാരണം ജഡ്ജ്മെന്റ് എന്തൊക്കെയായാലും ഇതൊരു ക്വാളിറ്റേറ്റീവ് മൊഡ്യൂളാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സോ ജഡ്ജ്മെന്റ് അൾട്ടിമേറ്റ്ലി ഒരു പേഴ്സന്റെ ആണ്. സോ ദ പേഴ്സൺ വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ജഡ്ജിങ് ബൈ വാട്ട് യു സേ. സോ ഒന്ന് സേഫ് സോൺ ആയിരിക്കേണ്ട ഒരു സംഭവമാണ്. ആൻഡ് ഇവിടെ തന്നെ താഴോട്ട് വരുമ്പോൾ ഞാൻ ആക്ച്വലി ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി, ബട്ട് അത് തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സ്പീക്കിംഗ് പാർട്ട് 3 ഇംപ്രൊവൈസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എക്സാക്ട്ലി, ലൈക്ക് നമ്മൾ എന്ത് പറയും സ്റ്റുഡന്റ് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഇനിഷ്യൽ ക്വസ്റ്റ്യൻ വിൽ ബി മേ ബി ഒരു പ്രീ ഡിറ്റർമൈൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ പിന്നെ ഒക്കെ നിങ്ങൾ എന്ത് പറയുന്നു, ദാറ്റ്സ് വൈ വി ഓൾവേസ് സേ പാർട്ട് 3 കുറച്ചും കൂടി സേഫ് ആയിട്ട് തിങ്ക് ചെയ്ത ആൻസർ പറയാം, റൈറ്റ്? ക്യൂ കാർഡ് എന്ന് പറയുമ്പോൾ വാട്ട് യു സേ ആക്ച്വലി ഡസന്റ് മാറ്റർ, ഹൗ യു സേ മാറ്റേഴ്സ് ദി മോസ്റ്റ്. ബട്ട് പാർട്ട് 3 വരുമ്പോൾ ബോത്ത് ഹൗ യു സേ ആൻഡ് വാട്ട് യു സേ ബോത്ത് മാറ്റേഴ്സ്. സോ ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഡേഞ്ചർ റൈറ്റ് നൗ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേ ബി ഒരു ആൻസർ ഭംഗിയാക്കാൻ വേണ്ടി അറിയാത്തൊരു വാക്കോ അറിയാത്തൊരു ടോപ്പിക്കോ അതിലേക്ക് കൊണ്ടുവരും, പക്ഷെ പിന്നെ അതിനെപ്പറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഒരു വൈ ക്വസ്റ്റ്യൻ ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കും ആൻഡ് വി വോണ്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ്. സോ it's always good to look at the safe side, and part 3 is especially important because ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ പാർട്ട് 3-ലാണല്ലോ. സോ നമ്മുടെ ഏറ്റവും അവസാനത്തെ 2-3 ക്വസ്റ്റ്യൻസിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് നമ്മുടെ ഓവറോൾ സ്കോർ പോലും അവരെടുക്കുന്നത്. പാർട്ട് 3 ആണ് ലൈക്ക് വെദർ യു ആർ എ സ്പോണ്ടേനിയസ് സ്പീക്കർ ഓർ നോട്ട് എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. മറ്റേതൊക്കെ നമുക്ക് ഒരു ലിമിറ്റ് വരെ വി കൻ ബൈ ഹാർട്ട് ദി ആൻസേഴ്സ്, ബട്ട് പാർട്ട് 3 യു കനോട്ട് predict the questions that you will be getting. Yeah, so അതുപോലത്തെ ട്രാപ്പുകൾ വരാതെ ശ്രദ്ധിക്കുക ആൻഡ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. സോ താങ്ക് യു ഫെമി ഫോർ ബീങ് ഹിയർ ആൻഡ് ഷെയറിങ് യുവർ തോട്ട്സ്. സോ ഈ വീഡിയോ കണ്ടവർ എല്ലാവരും പ്രത്യേകം ഇതുപോലത്തെ ട്രാപ്പുകളും ഇതുപോലത്തെ ക്യൂ കാർഡ് ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഐ വിൽ സീ യു നെക്സ്റ്റ്. താങ്ക് യു. ബൈ.